അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയ പാട്ട് എല്ലാവരും പഠിച്ചോ? എല്ലാവരും പാടി നോക്കിയോ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉമ്മയെ കുറിച്ചാണ് പാടിയത് അല്ലേ? നിങ്ങൾ അത് നിങ്ങളുടെ ഉമ്മക്ക് പാടിക്കൊടുത്തോ? ഇന്നും നമുക്ക് നല്ല ഒരു പാട്ട് പാടണം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ഇന്ന് നാം പാടുന്ന പാട്ട് എല്ലാവരും കാണാതെ പഠിക്കണം. 4 വരിയുള്ള പാട്ടാണ്, ചെറിയ പാട്ട്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് വീട്ടിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും താത്താക്കും കാക്കാക്കും എല്ലാവർക്കും പാടിക്കൊടുക്കണം. എന്നാൽ നമുക്ക് പാട്ട് കേൾക്കാം. കൂട്ടുകാരെല്ലാം പാട്ട് കേട്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? കുറേ തവണ ഈ പാട്ട് കേട്ട് എല്ലാവരും ഇത് കാണാതെ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാട്ട് പാടണം. എന്നാൽ ഇനി നമുക്ക് മദ്രസയിൽ പോയി പുതിയ പാഠങ്ങൾ പഠിക്കാം. എല്ലാവരും ഈ ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. കൂട്ടുകാരെ, ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് ഓർത്തെടുത്താലോ? ഒന്നാമത്തെ പാഠം അദബുൻ അല്ലേ? അതിൽ നമ്മൾ ആ എന്ന അക്ഷരം പഠിച്ചു അല്ലേ? രണ്ടാമത്തെ പാഠം ഇബറുൻ, അതിൽ നമ്മൾ ഇ എന്ന അക്ഷരം പഠിച്ചു. മൂന്നാമത്തെ പാഠം ഉമ്മുൻ, അതിൽ ഉ എന്നും പഠിച്ചു. ഇപ്പോൾ നമുക്ക് ആ, ഇ, ഉ എന്നീ 3 അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാം അല്ലേ? ആർക്കെങ്കിലും ഇത് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മുന്നേയുള്ള വീഡിയോ കണ്ട് അവയെല്ലാം പഠിക്കണം. പുതിയ പാഠം പഠിച്ചു തുടങ്ങിയാലോ? കൂട്ടുകാർക്ക് പുതിയ പാഠത്തിന്റെ പേരെന്താണ് എന്നറിയാമോ? മഹ്ദുൻ. എന്താണ് പുതിയ പാഠത്തിന്റെ പേര്? മഹ്ദുൻ. ഈ പാഠത്തിൽ മ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. മീം. മ എന്ന അക്ഷരമാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. ഈ കാണുന്നതാണ് മീം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ഇങ്ങനെയാണ് മീം എഴുതേണ്ടത്. മീം എഴുതുന്ന രൂപമാണ് നിങ്ങൾ
ഇപ്പോൾ ബോർഡിൽ കണ്ടത്. ഇനി എല്ലാവരും നിങ്ങളുടെ സ്ലേറ്റിൽ ഇതുപോലെ മീൻ എഴുതി പഠിക്കൂ. മീൻ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി പാഠം വായിച്ചു പഠിക്കാം. പാഠം വായിക്കാൻ തുടങ്ങിയാലോ? ഈ കാണുന്നതാണ് നിങ്ങളുടെ പുതിയ പാഠം മഹദുൻ. എല്ലാവരും എൻ്റെ കൂടെ ഒരു തവണ വായിക്കൂ. മഹദുൻ, മഹദുൻ. ഒരു തവണ കൂടെ. മഹദുൻ, മഹദുൻ. മനസ്സിലായോ? എന്താണ് മഹദുൻ എന്ന് പറഞ്ഞാൽ? തൊട്ടിൽ അല്ലേ? നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചോ? ഇതാണ് മഹദുൻ. തൊട്ടിൽ എന്നതിന് അറബിയിലുള്ള വാക്കാണ് മഹദുൻ. എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കൂ. ഇവിടെയായി കുറെ മ എന്നെഴുതിയിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ കയ്യിലെല്ലാം കളർ പെൻസിലില്ലേ? അതുകൊണ്ട് ഈ ഭാഗത്ത് നന്നായി കളർ ചെയ്യൂ. ഇവിടെയായി കുറെ ഡോട്ടുകൾ കാണുന്നുണ്ട് അല്ലേ? ഇനി നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ഇതിന് മുകളിലൂടെ മ എന്ന് എഴുതി പഠിക്കൂ. ഈ ഭാഗത്ത് ചെറിയ കള്ളികളിലായി നിങ്ങൾ കാണുന്ന അക്ഷരം, ആദ്യത്തെ കള്ളിയിൽ മ എന്നും, രണ്ടാമത്തേതിൽ മി എന്നും, മൂന്നാമത്തേതിൽ മു എന്നും, നാലാമത്തെ കള്ളിയിൽ മുൻ എന്നുമാണ്. മീമിന് മുകളിൽ ഫത്തഹ് ആണെങ്കിൽ മ എന്നും, മീമിന് താഴെ കെസറാണെങ്കിൽ മീ എന്നും, മീമിന് മുകളിൽ റമ്മാണെങ്കിൽ മു എന്നുമാണ് വായിക്കേണ്ടത്. മ, മി, മു, മുൻ എന്നാണ് ഇവിടെ നിങ്ങൾ വായിക്കേണ്ടത്. ഇതിന് താഴെയായി കാണുന്ന ഈ ഒഴിഞ്ഞ കള്ളികളിൽ നിങ്ങൾ മ, മി, മു, മുൻ എന്ന് പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായി എഴുതണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കൂട്ടുകാർ മഹദുൻ എന്ന പാഠം മുഴുവനായി വായിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പലതവണയായി മഹദുൻ എന്ന പാഠം വായിക്കുകയും മ എന്ന അക്ഷരം എഴുതി പഠിക്കുകയും വേണം. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഷെയർ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? എന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.